നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ ഒരു പുതിയ മോഡലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടുള്ള റെഡ്മി 9 ആക്റ്റീവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് പുതിയ ഫോണുകൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോൺ ഞാൻ പരമാവധി സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റെഡ്മി 9 ആക്റ്റീവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിംഗ് ആണ്. ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുൻപ് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വിറ്റുപോയ ഒരു മോഡലാണ് റെഡ്മി 9 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ മോഡലാണ് റെഡ്മി 9 ആക്റ്റീവ് എന്ന് പറയുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇതിനകത്തും വരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫോണിൻ്റെ ബോക്സ് നോക്കുമ്പോൾ തന്നെ കുറേ ഫോട്ടോകളൊക്കെ കൊടുത്ത് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ബോക്സ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ ഇതേതാ ഫോണിന് ആരും ചോദിച്ചു പോകും. നല്ല ഭംഗിയുള്ളൊരു ബോക്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ബോക്സിൻ്റെ സൈഡിൽ ഇവിടെ റെഡ്മി 9 ആക്റ്റീവ് മോഡൽ നെയിം, മീഡിയ ടെക്കിൻ്റെ ഹീറോ G35 ആണ് പ്രോസസ്സർ, ഹൈപ്പർ എഞ്ചിൻ 1.0, അതുപോലെ 5000 mAh ബാറ്ററി, 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഉണ്ട്, 13 മെഗാ പിക്സലിൻ്റെ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി ക്യാമറ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ 6.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. അങ്ങനെ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് 6GB റാമിൽ 128GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നുണ്ടോ. ഒരു പക്ഷേ ഏറ്റവും വില കുറഞ്ഞ ഒരു 6GB റാം ഫോണായിരിക്കും ഇതെന്ന് പറയുന്നത് റെഡ്മിയുടെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. പിന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പേപ്പർ ബോക്സിനകത്ത് ഈ ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഈ ഒരു പേപ്പർ ബോക്സിനകത്താണ് ഈ വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളുണ്ടായിരിക്കുക. നമുക്ക് ഹെഡ്സെറ്റോ അതുപോലെ മറ്റ് ആക്സറീസോ ബാക്ക് പോച്ചൊന്നും ഇതിന് കൂടെ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ നമുക്കൊരു ചാർജിന് വേണ്ടിയിട്ട് ഒരു ചാർജിങ് അഡാപ്റ്ററും കിട്ടുന്നുണ്ട്, ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അതൊരു മൈക്രോ USB ചാർജിങ് കേബിളാണ്. ചാർജർ നേരത്തെ പറഞ്ഞ പോലെ 10 വാട്ടിൻ്റെ ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രത്തേക്കൊന്നും കടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതാണ് റെഡ്മി 9 ആക്റ്റീവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. കുറച്ച് വലിയ ഫോണാണ്. കൈനകത്തൊക്കെ ഒതുങ്ങിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് വലിയ ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് വലിയ സ്ക്രീനുള്ള ഫോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. കുറച്ച് വലിയ ഫോണാണ്. എൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു മോഡലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. കാരണം 5000 mAh ബാറ്ററികൾ പറഞ്ഞാൽ അതിൻ്റെതായ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അതായത് ഒരു മാറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. തൊട്ട് മുൻപത്തെ ആ ഒരു റെഡ്മി 9 ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. വേറെ ഡിസൈനിലൊന്നും യാതൊരുവിധ മാറ്റങ്ങളും കൊടുത്തിട്ടില്ല. താഴെ റെഡ്മിയുടെ ലോഗോ കൊടുക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്ക് സൈഡിലാണ് വരുന്നത്. ക്യാമറയിലും ഒരു സ്ക്വയർ ഷേപ്പിനകത്ത് 2 ക്യാമറകളും ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ AI ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ്. ചെറിയ രീതിയിലുള്ള ഒരു ഡിസൈൻ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, ഷെയ്ഡ് പോലെ. ബാക്കിയെല്ലാം തൊട്ട് മുൻപത്തെ റെഡ്മി 9 തന്നെയാണ്. സൈഡൊക്കെ ആയാലും 2.5D ആ കാർ ഡിസൈനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെയും റെഡ്മി 9 ഒക്കെ ബാക്ക് പോച്ചും എല്ലാതും സ്ക്രീൻ ഗ്ലാസ് ഉൾപ്പെടെ എല്ലാ ഐറ്റംസും സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലൊന്നും നമുക്ക് അവൈലബിലിറ്റിക്ക് ക്ഷാമൊന്നും ഉണ്ടാവില്ല. തിക്നെസ് നോക്കിയാൽ അത്യാവശ്യം ഒരു 5000 mAh ബാറ്ററിയുള്ള ഫോൺ വേണ്ട ഒരു തിക്നെസ് തന്നെ ഇവിടെയും വരുന്നുള്ളൂ. റൈറ്റ് സൈഡിൽ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും അതുപോലെ ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട്. കൊള്ളാം. ഒരു ക്യാമറ സെക്ഷൻ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി നിൽക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ബാക്ക് പോച്ച് കിട്ടുക കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. താഴെ ഇതുപോലെ ഒരു മൈക്രോ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു മൈക്രോഫോണിൻ്റെ ഹോളും വരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസും ഡയമെൻഷനിലും അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചും ബഡ്ജറ്റും വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു തിരക്കായിട്ടില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് സ്റ്റോറേജാണ് മെയിൻ. നമുക്ക് മെമ്മറി സ്റ്റോറേജാണ് നിങ്ങളുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വാങ്ങിക്കാം. സ്റ്റോറേജാണ് ഈ ഫോണിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് ഇത്ര 6GB റാമിൻ്റെയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു 128GB സ്റ്റോറേജ് മാത്രമാണ് ഈ ഫോണായിട്ട് പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു മാറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചാണ് വരുന്നത്. അത് റെഡ്മിയുടെ ഒരു എല്ലാ ഫോണും ഇത്തരത്തിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചാണ് വരാറ്. അപ്പോൾ ഞാൻ അത് പറിച്ച് കളയുന്നില്ല. കാരണം അത് പറിച്ച് കളഞ്ഞാൽ പഴയ പോലെ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് അത് വെച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഈ ഫോൺ ഓൺ ആവുന്നവർ വെയിറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഫോൺ ഓണാക്കി സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓണാക്കുമ്പോൾ പവേഡ് ബൈ ആൻഡ്രോയിഡ് MIUI അതിൻ്റെയൊക്കെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ്മി 9 ആക്റ്റീവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്ന എൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. സാധാരണ റെഡ്മിയുടെ ഫോണുകളൊക്കെ ഓൺ ആകുമ്പോൾ കാണുന്ന സെയിം ഹോം സ്ക്രീൻ തന്നെ. അതിലൊന്നും യാതൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നമുക്കിതിനകത്ത് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഞാൻ ഫുള്ളാക്കിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു HD ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഒന്നുമല്ല.
HD ആണ്. എന്നാലും അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. ബ്രൈറ്റ്നസ് ഫുള്ളാക്കിയാലും അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു മാറ്റ് സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു കളർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം. കാരണം ആ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അത് ഒട്ടിയും ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കേണ്ടി വരും. ഡിസ്പ്ലേ നോക്കിയാലും താഴത്ത് അധികം ചിഹ്നങ്ങളോ ഒന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ ഒരു ഫോണിൻ്റെ മുകളിൽ കോണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഒട്ടിക്കുക. അത് ഓഫ്ലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വിധം എല്ലാവരും ഫ്രീ ആയിട്ട് ഒട്ടിച്ച് തരും. അല്ല ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ഷോപ്പിൽ പോയിട്ട് ഉടനെ തന്നെ ഒരു ഗ്ലാസ് ഒട്ടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം യാതൊരുവിധ പ്രൊട്ടക്ഷനും ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഇല്ലാത്തൊരു മോഡലാണ്. നമ്മൾ തൊട്ട് മുൻപ് റിയൽമിയുടെ C11 മോഡലൊക്കെ അൺബോക്സ് ചെയ്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. കുറേ പേര് പൊട്ടിച്ച് കൊണ്ടിരുന്നുണ്ട്, അത് കാരണം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ വൈസും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഹെവി ഗെയിമിങ്ങിന് പറ്റിയൊരു മോഡലൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു എല്ലാവിധ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ അടുത്ത് അനാവശ്യമായ അധികം ആപ്പുകളൊന്നും കാണാനില്ല. എന്നിരുന്നാലും ഇവിടെ നെറ്റ്ഫ്ലിക്സ് അങ്ങനെ കുറച്ച് ആപ്പുകൾ പിന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുണ്ടോ. ഇനി അബൌട്ട് ഫോണിനകത്ത് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഫോണിൻ്റെ മോഡൽ നെയിം അത് Redmi 9 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് MIUI വേർഷൻ 12.0 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഒരു ഫോൺ ഇപ്പോൾ കാണുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 10 ശരിക്കും ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് 11 വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ ഫോൺ ഇനി ഓണാക്കി സിം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ലെവലിലേക്കുള്ള അപ്ഡേറ്റ് കിട്ടും എന്ന് വിചാരിക്കുന്നു. കാരണം അതിൻ്റെ ബോക്സിലൊക്കെ എഴുതിയിട്ടുള്ളത് ആൻഡ്രോയിഡ് വേർഷൻ 11 അപ്പോൾ തീർച്ചയായിട്ടും 11 ഈ ഫോൺ അപ്ഡേറ്റ് കിട്ടും. പിന്നെ MIUI വേർഷൻ 12.5 കിട്ടും. ഓൾറെഡി റെഡ്മിയുടെ തന്നെ നോട്ട് 7 സീരീസ് ഫോണുകളിൽ വരെ 12.5 അപ്ഡേറ്റ് കിട്ടിയതാണ്. അപ്പോൾ മിക്കവാറും ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് ഒരു 1-2 ദിവസം സിം ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് വലിയ ഒരു അപ്ഡേറ്റ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ 6GB RAM ഉള്ളതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്താലും പ്രശ്നം വരില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 10 പ്രവർത്തിക്കുന്നത്. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഫോണിനകത്ത് ഒരു ആൻഡ്രോയിഡ് വേർഷൻ 11 ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio G35 അത്യാവശ്യം ഡയറക്റ്റ് ആക്ടിവിറ്റികളൊക്കെ പറ്റിയ ഒരു പ്രോസസ്സറാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെറിയ രീതിയിലുള്ള ഗെയിമിങ്ങിനൊക്കെ നല്ല പറ്റിയ ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് കേട്ടോ. വളരെ മോശം എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് G35 എന്ന് പറയുന്നത്. കുറേ നാൾ ഈട് നിൽക്കും, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയ്ക്ക് വരാമെന്നുണ്ടെങ്കിൽ ഇതൊരു ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നുമല്ല കേട്ടോ. 13 MP ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ. നമുക്ക് വലിയ തിരക്കില്ലാത്തൊരു ക്യാമറ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്, വളരെ ലോ ലൈറ്റ് കണ്ടീഷനിലാണ് എടുത്തത്. എന്നിട്ടും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാ കളറുകളും നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഒരു എബോവ് എവറേജ് ക്യാമറ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ഇഷ്ടപ്പെടില്ല. എന്നിരുന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചും സ്റ്റോറേജൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഈ ബഡ്ജറ്റിനകത്ത് നല്ലൊരു ക്യാമറ കിട്ടുന്നുണ്ട് എന്ന് പറയാം. കുഴപ്പമില്ല, നല്ലൊരു ക്യാമറ, കളർഫുള്ളായ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഈ ക്യാമറയ്ക്കകത്ത് തന്നെ ഇവിടെ പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോയിൽ നമുക്ക് ഇത്തരത്തിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് 1080 ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പിന്നെ നൈറ്റ് മോഡ് വരുന്നുണ്ട്, ടൈം ലാപ്സ് മോഡ് വരുന്നുണ്ട്, സ്ലോ മോഷൻ വീഡിയോ വരുന്നുണ്ട്, ഷോർട്ട് മോഡ് വീഡിയോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയ്ക്കകത്തും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ കിട്ടും. നമുക്കൊരു ഹെവി ക്യാമറ അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്യാമറ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സെൽഫി എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. സെൽഫി ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു ക്യാമറ കിട്ടുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോ ലൈറ്റ് കണ്ടീഷനിൽ എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. എന്നിട്ടും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു മാറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചുകൂടി ക്ലാരിറ്റി കുറവ് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അതൊന്ന് പറിച്ച് കളഞ്ഞ് വേറെ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ബ്രൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി ബാക്കപ്പും നല്ല സ്റ്റോറേജും ആണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ താങ്ക്സ് എ ലോട്ട്.